ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്താലോ? അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. കയറുമ്പോൾ തന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള പൗച്ചസ് ആണ് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്ന യൂണിക്കോൺ തീമിലാണെങ്കിലും കുറേ പിങ്ക് കളറിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള ക്യൂട്ട് പൗച്ചസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ കണ്ടത്. ഇതേപോലെയുള്ള ഗ്ലിറ്ററിങ് പൗച്ചസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കീ ചെയിൻസ് ആയിരുന്നു. കീ ചെയിൻസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഡോളിൻ്റെ ആണെങ്കിലും ഇതേപോലെ ക്യാഷൊക്കെ ഇട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ക്യൂട്ട് ബാഗ്, മിനി ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത്തിരി റേറ്റ് കൂടുതലാണ്, എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കീ ചെയിൻ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ പോയത് സ്റ്റിക്കറിൻ്റെ അവിടെ കാണും. സ്റ്റിക്കറിൽ ഇപ്പോൾ പുതിയതായിട്ട് സാൻഡ്രിയോ തീമിലുള്ള സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സാൻഡ്രിയോൻ്റെ കാർഡ്സ്, പിന്നെ ഇതേപോലെ സ്റ്റോണ്, ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫാന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. പിന്നെ പേപ്പർ സോപ്പ് ആണെങ്കിലും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. കറക്ഷൻ ടാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറക്ഷൻ ടാപ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. കുറേ നാളായതൊന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതേപോലെയുള്ള സ്റ്റാമ്പ്സ്, മിനി സ്റ്റിക്കർ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബോക്സ് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റിനുള്ള ബോക്സും ഉണ്ട്, കുറച്ച് റേറ്റ് കൂടിയ ബോക്സസും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ബോക്സ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എറേസേഴ്സ്, ഷാർപ്നെസ് ഒക്കെ കുറേ വെറൈറ്റി തീംസിലൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. ക്രോമിയുടെ അതൊക്കെ. ഇപ്പോൾ കുറേ സാൻഡ്രിയോ തീമിലുള്ള കുറേ ഐറ്റംസ് സ്റ്റേഷനറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്കെയിൽസൊക്കെ ആണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കളർ സെക്ഷനാണ് കേട്ടോ. അപ്പം ഞാനിവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളൊരു അൺബോക്സിങ് വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഈ ഒരു ഡയറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ തുറന്നിട്ടൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറി ആയിരുന്നു കേട്ടോ ഇത്. ഡയറീസ് ആണെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റ് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പെയിൻറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയിരിക്കുമായിരുന്നു. ഇതേപോലെ ഓൾമെൻറ്റ് പെയിൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഹൈലൈറ്റർ കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റോണിൻ്റെ ഒക്കെ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെ ഒക്കെ സംഭവത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ബ്രേസ്ലെറ്റ് മേക്കിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള പെൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലെ ഇത് അവിടെ റേറ്റിംഗ് എഴുതിയിട്ടുണ്ട്. കുറേ മെർമൈഡ് തീമിലും എസ്തറ്റിക് തീമിലും ലിപ്സ്റ്റിക് തീമിലും ഒക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഇത് നമ്മൾ ഇൻവിസിബിൾ പെന്നില്ലേ, അതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഇത്തിരി വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കോംബോ നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ പെന്നായിരുന്നു. പെന്ന് ഞാൻ അധികം എടുത്തിട്ടൊന്നുമില്ല, ഒരു 3-4 ഒക്കെ പെന്നാണ് ആകെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പെന്ന് കണ്ടോ, ഇത് ഡോംസിൻ്റെ പെന്നാണ്. നല്ല പേസ്റ്റൽ കളറിൽ കാണാനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പെന്നാണല്ലേ ഇത്. പിന്നെ ഈ പെന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇറേസബിൾ പെന്നായിരുന്നു. സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ കുറേ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കി നോട്ട് കണ്ടോ, ഇതേപോലത്തെ. അതിൻ്റെ കപ്പിവാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഹെയർ ബാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലുള്ള ഹെയർ ബാൻഡ് ആയിരുന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഗ്ലിറ്റേഴ്സൊക്കെ വന്നിട്ട് യൂണിക്കോണ്ടത്. പിന്നെ ബ്രേസ്ലെറ്റ്സും. പിന്നെ എനിക്ക് ലഞ്ച് ബോക്സ് വാങ്ങാനുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് അതാണ് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നത്. ഞാൻ ലഞ്ച് ബോക്സൊക്കെ നോക്കുകയാണ്. ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ ചെയ്യാറ്. ഈ ഒരു ലഞ്ച് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അതിന് റേറ്റ് കൂടുതലാണ് ഗൈസ്, ഇത്തിരി കൂടുതലാണ് അതിന്. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഓൾറെഡി എൻ്റെ ബാഗിൽ ഇത്ര വെയിറ്റുള്ള സാധനം വെച്ചാൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തീരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാനിവിടെ ബാഗ്സൊക്കെ നോക്കുമായിരുന്നു. കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ തീംസിലൊക്കെ. പിന്നെ ഈ ഒരു 3D സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം വാങ്ങിയിട്ട് ഞാൻ നേരെ യൂണിഫോം വാങ്ങാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.